ബൈജൂസ് ജീപ്പഞ്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് പേരെങ്കിലും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ട്രേ നമുക്ക് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഇങ്ങനെ ഈ ഗ്ലാസിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്ന് കാണുന്നത്. ഇതിവിടെ 2 ക്ലിപ്പ് കാണിച്ചിട്ടുണ്ട്, ഈ സൈഡിലും. അത് എല്ലാവരും വിചാരിക്കും അത് ഇത് ചെയ്താൽ നമുക്ക് ഗ്ലാസ് എടുക്കാം, പക്ഷേ ഇത് ചെയ്യരുത്. ഇത് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ഇട്ട് എത്തിക്കി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും. അപ്പോൾ അത് റിമൂവ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ അടിയിൽ ഒരു 2 ക്ലിപ്പുണ്ട്, ഈ ഫിൽറ്ററിനോട് ചേർന്നത് ഇവിടെ അടിയിലായിട്ട്. ഇവിടെ കാണാമെങ്കിൽ ഇവിടെ ഒരു 2 പുഷ് ബട്ടൺ പോലത്തെ ഒരു ഇതാണ് ഈ സൈഡിലുണ്ട്. 2 സൈഡിലും കാണുന്നുണ്ട്. ഇത് നമ്മൾ ഒന്നുകിൽ നമ്മുടെ ഫിംഗർ വെച്ച് പുഷ് ചെയ്യാകത്തേക്ക് 2 സൈഡിലും ഒരേപോലെ ചെയ്യണം, എന്നാലും അത് വിട്ടു പോലും. ഒന്നുകിൽ നമുക്ക് ഫിംഗർ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ചിട്ട് സൂക്ഷിക്കണം, അല്ലെങ്കിൽ ക്ലിപ്പ് പൊട്ടിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫിംഗർ വെച്ച് 2 സൈഡും പുഷ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങിപ്പോയാൽ പിന്നെ ആണ് അതിൻ്റെ ഒരു സംഭവം എടുക്കുന്നത്. പ്രത്യേക ആംഗിളിൽ എടുത്താൽ മാത്രമേ ഈ സാധനം പുറത്തേക്ക് പോകുള്ളൂ. ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാം. ഒരിക്കലും സ്ട്രൈറ്റ് കടന്നു പോകത്തില്ല. സൂക്ഷിക്കണം, ഗ്ലാസ്സിൽ പിടിച്ചോളാം. ഒരിക്കലും നമുക്ക് ഇങ്ങനെ കടത്തിയെടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രത്യേക ആംഗിളിൽ എടുത്താൽ ഇത് പുറത്തേക്ക് പോരും. നമ്മൾ ആ ട്രേ മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഈ ഫിൽറ്ററിൻ്റെ അടിയിലൊക്കെ കുറച്ച് ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും ഇടുക. ഇവിടെ ഈ ഹോള് കാണാം, ഇവിടെ 2 ക്ലിപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഹോളിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഇട്ടിട്ട് പതിയെ നമ്മൾ ലിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇത് ഓപ്പൺ ആയിട്ട് കാണാം. ഇതുപോലെ 2 കാലിലാണ് നിർത്തിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തിട്ട് ശ്രദ്ധിക്കുക, ഇതൊരിക്കലും പറിച്ചെടുക്കാൻ നോക്കരുത്. അത് ഫിൽറ്ററിൻ്റെ കണക്ഷനാണ്. അപ്പോൾ കെയർഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുക. ശേഷം പുഷ് ചെയ്തിട്ട് ഇറക്കി വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസിൽ ഇത് കമത്തി വയ്ക്കുക. ഈ 2 സൈഡിലും ഒരു ക്ലിപ്പുണ്ട്. ഇതും ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക. കൈവച്ച് പുഷ് ചെയ്താൽ അത് ഒരിക്കലും പോകത്തില്ല. പോരുമായിരിക്കും, പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇതൊരു കുറച്ച് പൊക്കി പിടിച്ചിട്ട് ഒന്നും ചെയ്യാം. ക്ലിപ്പ് താഴെ അതുപോലെ തന്നെ ഈ സൈഡ് ക്ലിപ്പ് വെച്ച് സ്ക്രൂ ഡ്രൈവർ ചൂടാണ്. അതിനുശേഷം ഇതിങ്ങനെ ഇത് നമ്മൾ എവിടെയെങ്കിലും മാറ്റി വയ്ക്കുക. നമ്മൾ ഊരെടുത്ത 2 ക്ലിപ്പാണ്. അതുപോലെ ഗ്ലാസ് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഗ്ലാസിന് സൈഡൊന്നും ഉണ്ടാവില്ല. ഇട്ട സൈഡ് തന്നെ തിരിച്ചെന്നുണ്ടെങ്കിൽ നമ്മളത് നോക്കിയിരിക്കുക. അപ്പോൾ ഈ ഗ്ലാസ് എടുത്ത് അധികം കളിക്കാൻ നിൽക്കാതെ ഇതെങ്ങാനും ബ്രേക്ക് ആയാൽ തീർന്നു. അപ്പോൾ ഇത് തുടച്ചിട്ട് ഇവിടെ ഒരു ക്ലിപ്പ് കാണുന്നുണ്ട്. ഈ ഒരു ക്ലിപ്പ് ഇതിൻ്റെ അടിയിലേക്ക് വേണം ഗ്ലാസ്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിനെ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ക്ലിപ്പ് ഉണ്ട്. ഈ ക്ലിപ്പ് നമ്മൾ ഇവിടുന്ന് വെറുതെ കൈ വെച്ച് പുഷ് ചെയ്തിട്ടാൽ മതി. അതുപോലെ ഈ സൈഡ് അപ്പോൾ അത് കഴിഞ്ഞു. നമ്മൾ ഊരിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ ആ ആംഗിളിൽ തന്നെ തിരിച്ച് കയറണം. ഇല്ല എങ്കിൽ അതിനകത്ത് കയറത്തില്ല. ഇങ്ങനെ വിടുക. അപ്പോൾ ഈ സൈഡിൽ 2ലും ഒരു ഇത് കാണാൻ നിങ്ങൾക്ക് കേട്ടോ. ഇത് ഇതിൻ്റെ അടിയിലാണ് പോകുന്നത്, ഈ ട്രേയുടെ അടിയിൽ.
ചെയ്യുക. ഇത് മേക്ക് ഷുവർ ചെയ്യുക ഇതിൻ്റെ അടിയിലാണെന്നുള്ളത്. അതിനുശേഷം ജസ്റ്റ് പുഷ് ചെയ്താൽ അതായത് ലോക്കിലേക്ക് വരും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.